പ്രാണനായി. ഭാഗം 19. എന്താ നടക്കുന്നതെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു മിത്രയും അഭിയും. അവൻ ഇപ്പൊ കയറി ഉമ്മിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാഞ്ഞതുകൊണ്ട് തന്നെ അഭി ഞെട്ടി പണ്ടാരമടങ്ങി നിന്നു. എന്നാൽ അവന്റെ ആ പ്രവൃത്തിയിൽ ദേഹമാകെ തളരുന്നതുപോലെ തോന്നി. ഒരു താങ്ങിനായി അവന്റെ ഷർട്ടിൽ തന്നെ കൈകൾ കൂട്ടിപ്പിടിച്ച് നിലയുറപ്പിക്കുകയായിരുന്നു ശ്രീ ഈ സമയം. തന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തടയാൻ പോലും ആകാതെ അവൾ അവനെ തന്നെ ഉറ്റുനോക്കി നിന്നു. പലവട്ടം പല സമയങ്ങളിൽ ഇതുപോലെ കുടിച്ചു ബോധമില്ലാതെ വരുന്ന ആൾക്ക് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. എങ്കിലും അന്നൊന്നും തന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ പോകുന്ന ആൾക്ക് ഇന്നെങ്ങനെ ഇങ്ങനെയൊരു മാറ്റമുണ്ടായി എന്നുപോലും അവൾ ചിന്തിച്ചു കൂട്ടി. അപ്പോഴും തന്നെ നോക്കി നിൽക്കുന്നവന്റെ കണ്ണുകളിലെ വികാരം എന്തെന്നറിയാതെ അവനെ തന്നെ നോക്കി നിൽക്കാൻ മാത്രമേ ആ കുഞ്ഞു പെണ്ണിന് ആയിരുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ നോക്കുന്ന ആളുടെ വികാരങ്ങൾ എന്താണെന്ന് അറിയാൻ മാത്രമുള്ള പക്വതയോ പാകതയോ അവൾക്കില്ലായിരുന്നു. എന്റെ ഭാര്യ, എന്തിനാ നിന്റെ കണ്ണ് നിറയുന്ന നന്ദാ? നിക്കത് ഇഷ്ടല്ല. കരയണ്ടാട്ടോ. തന്റെ കൈക്കുള്ളിൽ ചേർന്ന് നിൽക്കുന്നവളെ തന്നോട് അടക്കി പിടിച്ച് കൊഞ്ചലോടെ അത് പറഞ്ഞുകൊണ്ട് ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു അവൻ. എന്റെ അഭിയേട്ടാ, ഏട്ടനെ ഒന്ന് പിടിച്ചു മാറ്റ്. വീണ്ടും അങ്ങേര് ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ ആ പെണ്ണ് ബോധം കെട്ട് വീഴും. അവളുടെ നിൽപ്പും ഭാവവും ഒക്കെ നോക്കി ദയനീയമായി മിത്ര പറഞ്ഞതും അഭി ബോധം വന്നതുപോലെ വേഗം അവർക്കരികിലേക്ക് നടന്നു. ഡാ, നീങ്ങു വന്നേ. നീ എന്തേ കാണിക്കുന്നേ? അഭി പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടും ഒരടി പോലും അനങ്ങാതെ സ്ത്രീയെ തന്നെ ഉറ്റുനോക്കി നിന്നു കാർത്തി. നിനക്കെന്താടാ? എടാ, ഈ നിൽക്കുന്നവൾ എന്റെ ഭാര്യ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ നീ ഇപ്പോ അവളെ വിട്. വാ, നമുക്ക് മുറിയിലേക്ക് പോകാം. ഞാനും നന്ദയും ഞങ്ങളുടെ മുറിയിലേക്ക് പോവാ. ഞങ്ങൾക്ക് ഉറക്കം വരുന്നു. അതും പറഞ്ഞുകൊണ്ട് സ്ത്രീയെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി കാർത്തി. അവന്റെ കരുത്തിന് മുന്നിൽ പതുങ്ങി നിൽക്കാനേ ആ പെണ്ണിനും ആയിരുന്നുള്ളൂ. എന്നാലും അവന്റെ സംസാരവും പ്രവൃത്തിയും അവളുടെ കണ്ണുകളെ വീണ്ടും നനയ്ക്കുന്നുണ്ടായിരുന്നു. വാ പൊളിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് വാ അഭിയേട്ടാ. അവൻ സ്ത്രീയെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നത് നോക്കി കണ്ണുമിഴിച്ചു നിന്ന അഭിയെ പിടിച്ചു വലിച്ച് അവർക്ക് പുറകെ ഓടി മിത്ര. ഡാ പുല്ലേ, ഇവനെ കൊണ്ട്. ഡാ, നീ ആ കൊച്ചിനെ വിടടാ. പോടാ, ഇത് എന്റെ കൊച്ച. അവളെ തന്നോട് കൂടുതൽ അടക്കി പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവൻ പറഞ്ഞതും സ്ത്രീക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എടാ, നീ വിട്. സമ്മതിച്ച്, അവള് നിന്റെ കൊച്ചു തന്നെയാ. പക്ഷെ ഇനിയും ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരുന്ന അതിന് വല്ലതും പറ്റുവടാ. നീ നിന്റെ ആ പോത്തൻ കൈയ്യ് കൊച്ചിന്റെ മേത്തൂന്ന് എടുക്ക്. അപ്പോഴാണ് മിത്രയും കാർത്തിയും സ്ത്രീയെ നോക്കിയത്. തന്റെ കൈക്കുള്ളിൽ നിന്ന് ഞെരുങ്ങുന്നവളെ കണ്ടതും അവൻ വേഗം തന്റെ കൈ അവളുടെ കഴുത്തിൽ നിന്നും പിൻവലിച്ചു. പിന്നെ ആദിയോടെ അവളുടെ കഴുത്തിൽ അമർത്തി തലോടി. അയ്യോ, എന്തേലും പറ്റുമോ നന്ദ? വേനിച്ചോ? കഴുത്തിൽ അമർത്തി തലോടി കുഴഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചതും ഇല്ലെന്ന പോലെ അവനെ നോക്കി നിറഞ്ഞ കണ്ണുകളോട് കൂടി തന്നെ അവൾ തലയാട്ടി. ആദ്യമായി അവനിൽ നിന്നും കിട്ടുന്ന പരിഗണനയും തന്നെക്കുറിച്ചുള്ള ആകുലതയും അറിയുകയായിരുന്നു അവൾ. മതി തിരുമിയത്. മിത്രമോളെ, നീ മോളെ വിളിച്ചുകൊണ്ട് നിന്റെ മുറിയിലേക്ക് പോ. ഇനിയും ഇതൊന്നും കാണാനുള്ള പ്രാപ്തിയില്ലാതെ അഭി പറഞ്ഞതും അവൾ വേഗം ശ്രീയുടെ കയ്യിൽ പിടിച്ചു. എന്നാൽ അതിഷ്ടപ്പെടാതെ കാർത്തി നെറ്റി ചുളിച്ചു. പിന്നെ വീണ്ടും സ്ത്രീയെ തന്നോട് ചേർത്തു നിർത്തി. ഇവളെ എങ്ങോട്ടും കൊണ്ടുപോവണ്ട. ഇത് എന്റെ ഭാര്യ. ദേ താലി. ഡ്രസ്സിനുള്ളിൽ കിടന്ന സ്ത്രീയുടെ താലി വലിച്ചെടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും വിറച്ചുപോയി അവൾ. അതൊക്കെ ശരിയാ, പക്ഷെ ഇന്നവൾ മിത്രയുടെ കൂടെ കിടന്നോട്ടെ. ഞാൻ നിന്റെ കൂടെ കിടക്കാം. സഹി കേട്ട് അഭി പറഞ്ഞതും ഇല്ല എന്ന പോൽ കാർത്തി തലയാട്ടി. എടാ, വല്യച്ഛനറിഞ്ഞാലുള്ള അവസ്ഥ. അറിഞ്ഞാൽ എന്താടാ? എന്താന്ന്? ഞാൻ എന്റെ ഭാര്യയുടെ കൂടെയല്ലേ കിടക്കുന്നേ. അതിലാരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. കാരണം എന്താന്നറിയോ നിനക്ക്? അറിയോന്ന്? ഇവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയുണ്ട്. ഞാൻ കെട്ടിയതാ. അത്രയും പറഞ്ഞുകൊണ്ടവൻ ഭിത്തിയിലൂടെ ഊർന്ന് നിലത്തേക്ക് ഇരുന്നു പോയിരുന്നു. ഇപ്പോൾ ബോധം മുഴുവനായി പോയി എന്ന് കണ്ടതും അഭി ശ്വാസം നേരെ വിട്ടു. ഭാഗ്യം, ഇല്ലെങ്കിൽ പട്ടി ഇപ്പൊ കൊച്ചിനെ കൊണ്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചേനെ. നിലത്ത് ചാരിയിരുന്ന് ഉറങ്ങുന്നവനെ നോക്കി അഭി പിറുപിറുത്തു പോയി. മിത്രയ്ക്കും അപ്പോഴായിരുന്നു സമാധാനമായത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും നടന്നേനെ എന്ന പേടിയിലായിരുന്നു അവളും. എന്നാൽ സ്ത്രീ പേടിയോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ വേഗം കാർത്തിയുടെ അരികിലേക്കിരുന്നു. കിച്ചേട്ടാ, എന്താ വയ്യാണ്ടായോ? വെള്ളം വേണോ? വിറയാർന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. എന്നാൽ അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സ്ത്രീയുടെ ഈ പ്രതികരണം അഭിയെയും മിത്രയെയും ഞെട്ടിച്ചു. കടപ്പാടിന്റെ അല്ലെങ്കിൽ താലിയെ മാത്രം സ്നേഹിക്കുന്നവളാണ് ശ്രീനന്ദ എന്ന ചിന്ത പാടെ മാറ്റുന്നതായിരുന്നു ഇപ്പോഴത്തെ അവളുടെ കിച്ചേട്ട എന്നുള്ള വിളി. അഭിയേട്ടാ, ഒന്ന് പിടിക്കോ? ഇവിടെ കിടന്നാൽ തണുപ്പടിച്ച് പനി പിടിക്കും. വയ്യാണ്ടാവും.
അല്പം പേടിയോടെ അവൾ പറഞ്ഞതും അഭി നിറഞ്ഞ പുഞ്ചിരിയോടെ തല കുലുക്കി. മോള് മാറി നിന്നോ, ഏട്ടൻ പിടിച്ചോളാം. അവനോടൊപ്പം സഹായത്തിന് എന്ന പോലെ പിടിക്കാൻ ചെന്ന സ്ത്രീയെ പുഞ്ചിരിയോട് കൂടി മാറ്റി നിർത്തി അവൻ പറഞ്ഞതും അവൾ സമ്മതം എന്ന പോലെ തലയാട്ടി. എങ്കിലും ആദിയോടെ കണ്ണുകൾ കാർത്തിയിൽ തന്നെയായിരുന്നു. അവനെ മുറിയിലേക്ക് കയറ്റി കിടത്തിയ ശേഷമായിരുന്നു അഭി തന്റെ മുറിയിലേക്ക് പോയത്. ഒരിക്കൽ കൂടി കാർത്തിയുടെ മുറിയിൽ നിന്ന് ഒളിഞ്ഞു നോക്കിയതിനു ശേഷം കണ്ണുകൾ ഉയർത്തി നോക്കിയ സ്ത്രീ കാണുന്നത് തന്നെ സംശയത്തോടു കൂടി നോക്കി നിൽക്കുന്ന മിത്രയെയായിരുന്നു. അവളുടെ നോട്ടം താങ്ങാനാകാതെ സ്ത്രീ വേഗം തന്റെ തല കുനിച്ചു നിന്നു. മതി നിലത്തോട്ട് നോക്കി നിന്നത്. സമയം പാതിരാത്രിയെ, നിന്റെ കെട്ടിയോൻ ഉറങ്ങി, ഇനി നമുക്കുറങ്ങണ്ടേ? ദയനീയമായി മിത്ര ചോദിച്ചതും സ്ത്രീ ആശ്വാസത്തോടെ അവളെ നോക്കി, പിന്നെ പുഞ്ചിരിയോടെ തലയാട്ടി. ഹോ എന്റെ പെണ്ണെ, നീ ഇങ്ങനെയൊന്നും ചിരിക്കല്ലേ. നിന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പിടിച്ച് ഉമ്മിക്കാൻ തോന്നുന്നു. കാര്യം ഇത്രനാൾ ഞാൻ വിചാരിച്ചത് എന്റെ ഏട്ടനൊരു പൊട്ടനാണല്ലോ എന്നായിരുന്നു. ഇത്രയും സുന്ദരിയായി നിന്നെ ഇട്ടിട്ട് ഗായത്രിയുടെ പുറകെ പോകാൻ. പക്ഷെ പൊട്ടനല്ല എന്ന് കുറച്ചു മുന്നേ ഏട്ടൻ തെളിയിച്ചു. അല്ല, പുള്ളിയെയും കുറ്റം പറയാൻ പറ്റില്ല. അവളെ മൊത്തമായി ഒന്ന് ഒഴിഞ്ഞു നോക്കി മിത്ര പറഞ്ഞതും ശ്രീ അവളെ അമ്പരപ്പോടെ നോക്കി നിന്നു. നീ ഇതെന്തൊക്കെയാ മിത്രേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല കേട്ടോ, എന്റെ കുട്ടിക്ക് ഒന്നുമില്ല. ഇനി അറിഞ്ഞേ തീരൂ എന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ നാളെ രാവിലെ പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് ഉറങ്ങാം. സത്യമായി ഉറക്കം വരുന്നടി. അത്രയേറെ ദയനീയത നിറഞ്ഞു നിൽക്കുന്ന മിത്രയുടെ വാക്കുകളിൽ. എങ്കിൽ നീ ഉറങ്ങിക്കോ, നാളെ രാവിലെ പറഞ്ഞു തന്നാൽ മതി. നിഷ്കളങ്കമായി അതും പറഞ്ഞുകൊണ്ട് വേഗം ബെഡിലേക്ക് തിരിഞ്ഞുകിടക്കുന്ന സ്ത്രീയെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു മിത്ര. പിന്നെ അവളെയും ചേർത്ത് പിടിച്ച് തന്റെ കണ്ണുകൾ അടച്ചു. എന്നാൽ സ്ത്രീക്ക് അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ആദ്യമായി അവൻ തന്നെ ഭാര്യയായി എന്ന രീതിയിൽ അംഗീകരിച്ചതും തനിക്കായി സംസാരിച്ചതും ഒക്കെ ഓർത്തതും അവളുടെ ചുണ്ടിൽ വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. മദ്യത്തിന്റെ പുറത്താണെങ്കിലും ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞല്ലോ. ആ കുഞ്ഞു മനസ്സ് അത്രയേറെ സന്തോഷത്തോടെ അത് തന്നെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അവൻ ചുംബിച്ച ആ നെറ്റിയിൽ കൈകളാൽ തലോടുമ്പോൾ ആ മുഖം പതിവിലും തുടുത്തിരുന്നു. എന്നാൽ മറ്റൊരു വീട്ടിൽ തന്റെ മുറിയിൽ സുഖനിദ്രയിലായിരുന്നു സിദ്ധു. താൻ ഇന്ന് പറഞ്ഞതൊക്കെ കേട്ട് സ്ത്രീയെ കാർത്തി തനിക്കായി വിട്ടു നൽകുമെന്ന പ്രതീക്ഷയിൽ അവൻ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുകയായിരുന്നു. സ്ത്രീയോടുള്ള അടങ്ങാത്ത പ്രണയത്തോടെ അവൻ ഉറക്കത്തിലും പുഞ്ചിരിച്ചു. അത്രയേറെ സുന്ദരമായിരുന്നു ആ സ്വപ്നം. ഈ സമയം കാർത്തിയുടെ ചുണ്ടുകൾ ആ ഒരൊറ്റ നാമം മാത്രം ഉരുവിട്ടു. രാവിലെ ശക്തമായ തലവേദന തോന്നിയാണ് കാർത്തി തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നത്. ഇന്നലെ അല്പം നന്നായി കുടിച്ചതിന്റെ ഫലമായി കണ്ണുകൾ വീർത്ത് ചുവന്നിട്ടുണ്ടായിരുന്നു. ഓഫ്! തല വെട്ടിപ്പൊളിയുന്ന വേദന അനുഭവപ്പെട്ടതും അവനിൽ നിന്നും അറിയാതെ ആ ശബ്ദം പുറത്തേക്ക് വന്നു. അവൻ തന്റെ തലയിൽ കൈകൾ അമർത്തി പിടിച്ചു. ഏട്ടാ, ഏട്ടാ! വാതിലിൽ മുട്ടിയുള്ള മിത്രയുടെ വിളി കേട്ടതും കാർത്തി കണ്ണുകൾ ഇറുക്കെ ചിമ്മി തുറന്നു. ഏട്ടോയ്! ഹാ വരുന്നടി, വരണ്ട ആവശ്യമില്ല, ഡോർ ചാരിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു തീരലും അവൾ ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു. അത് കണ്ടതും അവൻ വീണ്ടും ബെഡിലേക്ക് തന്നെ ഇരുന്നു. ഇങ്ങനെയാണ് നിനക്കിങ്ങ് കയറി വന്നാൽ പോരായിരുന്നോ? അങ്ങനെ പാടുണ്ടോ? അനുവാദം ചോദിച്ചിട്ടേ അകത്ത് കയറാവൂ എന്നല്ലേ മൂത്തവർ ശീലിപ്പിച്ച ഓരോ ശീലങ്ങൾ. വലിയ കാര്യത്തിൽ മിത്ര പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി. എന്താ നീ വന്നത്? ദാ ഞാൻ ഈ ചായ തരാൻ വന്നതാ. ഇന്നലെ നല്ല കോളായിരുന്നല്ലോ, തലവേദന കാണും. ആവി പറക്കുന്ന ചൂട് ചായ അവനു നേരെ നീട്ടി അവൾ പറഞ്ഞു. നീയാണോ ഈ ചായ ഇട്ടത്? ചായ കയ്യിലേക്ക് വാങ്ങി അവൻ ചോദിച്ചു. ഹാ ബെസ്റ്റ്. അങ്ങനെയാണ് ഏട്ടൻ ഇത് കുടിക്കില്ല. ദേ ഇപ്പൊ തുപ്പിയേനെ. ഇതെന്റെ സ്ത്രീക്കുട്ടി ഉണ്ടാക്കിയതാ. പാവം, പാത്തും പതുങ്ങിയും നിന്നാ ഉണ്ടാക്കിയത്. അതെന്തിനാ അവൾ പതുങ്ങുന്നത്? സംശയത്തോടെ അവൻ ചോദിച്ചു. ഓ ഈ ഏട്ടൻ, അവൾക്ക് വല്യച്ഛൻ അടുക്കള നിരോധിച്ചിരിക്കുക. കഴിച്ച പാത്രം കഴുകാനല്ലാതെ അങ്ങോട്ട് കയറി പോകരുത് എന്ന ഓർഡർ. അതും അവൾ കാല് പിടിച്ച് പറഞ്ഞിട്ടാ സമ്മതിച്ചത്. ഇടയ്ക്കിടയ്ക്ക് മിത്രയുടെ കണ്ണുകൾ അവനിൽ മാറി മാറി പതിഞ്ഞുകൊണ്ടേയിരുന്നു. അത് നോക്കുന്നില്ലെങ്കിലും കാർത്തിക്ക് അറിയാനും സാധിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് ഏട്ടാ, എനിക്കൊരു സംശയം. എന്ത്? അല്ല, ഈ കുടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതും സംസാരിക്കുന്നതുമായ കാര്യങ്ങൾ പിറ്റേന്നാവുമ്പോ മറന്നു പോവോ? എന്തേ നിനക്കിപ്പോ ഇങ്ങനെ ഒരു സംശയം വരാൻ? കുടിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നിനക്ക്? ഏയ്, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചും മറ്റും ഇരിക്കും. ഓ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ ഏട്ടാ? ഏട്ടന്റെ കപ്പാസിറ്റി അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇന്നലെ നടന്നതൊക്കെ ഓർമ്മയുണ്ടാകോ? അല്ല, എക്സാമ്പിൾ. അവന്റെ നോട്ടം കണ്ടതും അവസാന വാചകം അവൾ ഊന്നി പറഞ്ഞു. മോളിപ്പോ എന്റെ ഓർമ്മശക്തി പരീക്ഷിക്കാതെ ചെല്ലാൻ നോക്ക്. നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ? അതിനിന്ന് ശനിയാഴ്ചയല്ലേ, എനിക്ക് പോവണ്ട. കുടിച്ചു കാലിയായ ഗ്ലാസ് അവൾക്ക് കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ എഴുന്നേറ്റു.
എന്നാ മോള് ചെല്ല്, ഏട്ടന്റെ കാര്യവിവരം അന്വേഷിച്ചു കഴിഞ്ഞല്ലോ. വാതിക്കൽ എത്തിയതും കാർത്തി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു. എന്നാ ഞാൻ പോട്ടെ ഏട്ടാ. ഓ ആയിക്കോട്ടെ. മിത്ര വാതിൽ കടന്നതും ആ നിമിഷം തന്നെ വാതിലിന് പുറത്ത് ഭിത്തിയോട് ചാരി നിന്നവളെ കൈ നീട്ടി പിടിച്ചുകൊണ്ടവൻ തന്നോട് ചേർത്തിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത അവന്റെ പ്രവൃത്തിയിൽ മിത്രയും ഭിത്തിയിൽ ചാരി നിന്നിരുന്ന ശ്രീയും ഒരുപോലെ വിറച്ചു പോയിരുന്നു. അപ്പോ ഏട്ടന്റെ അനിയത്തി പൊക്കോ, ഞാൻ എന്റെ ഭാര്യയുടെ സംശയവും എന്നോടുള്ള ആകുലതയും ഒക്കെ തീർത്തിട്ട് വിടാം. അയ്യോ ഏട്ടാ, അവളെ വിട്. അവന്റെ നെഞ്ചോട് ചേർന്ന് പതുങ്ങി പകപ്പോടെ നിൽക്കുന്ന ശ്രീയെ നോക്കി അവൾ പറഞ്ഞതും അതിനു മുന്നേ തന്നെ കാർത്തി ശ്രീയുമായി മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചിരുന്നു. തുടരും. പ്രാണനായുടെ മറ്റൊരു ഭാഗവുമായി ഉടനെ വരുന്നതാണ്. എന്ന് നിങ്ങളുടെ സ്വന്തം നില.